ഇന്ന് ബ്രൗൺ കളർ തീമിലുള്ള ഒരു ജേർണലിംഗ് ചെയ്യാം. ഇതിനാവശ്യമായ സാധനങ്ങൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. ആദ്യം തന്നെ ഇതുപോലെ ഒരു ഓയിൽ പേപ്പർ എടുക്കണം. എന്നിട്ട് അതിൽ ലൈൻസ് വരച്ച് ദെൻ ക്രോസ് ആയിട്ടും ലൈൻസ് വരയ്ക്കാം. അപ്പോൾ ഗ്രിഡ് പാറ്റേൺ പേപ്പർ റെഡിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് ജേർണലിംഗ് സപ്ലൈ ഉണ്ടാക്കാം. ഒരു ബ്ലാക്ക് കളർ പേപ്പർ എടുത്ത് ഇതുപോലെ തിന്നായി കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് എന്തെങ്കിലും കോഡ്സോ ഒരു ബ്രൈറ്റ് കളർ ഇങ്ക് വെച്ചിട്ട് മുകളിൽ കൂടെ എഴുതുക. എന്നിട്ട് അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ജേർണലിംഗ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് ഇഷ്ടാനുസരണം ഒട്ടിക്കുക. ഇനി നമുക്ക് ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ജേർണലിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബുക്ക് എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാനത് ഇമാജിൻ ചെയ്യുക, എവിടെയൊക്കെ എന്തൊക്കെ വെക്കണം എന്ന്. എന്നിട്ട് അതുപോലെ ഒന്ന് വെച്ച് നോക്കുകയാണ്. ആദ്യം വലിയ ഐഡിയാസ് ഒന്നും ഇല്ലെങ്കിലും പിന്നെ ചെയ്ത് വരുമ്പോൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു ധാരണ അവസാനമാകുമ്പോഴത്തേക്കും ഉണ്ടാകും. ആദ്യം ഞാൻ ഇതുപോലെ ഓരോ സ്ഥലത്ത് വെച്ചു. കുഴപ്പമില്ലാത്തൊരു ഏകദേശം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ ഇമാജിൻ ചെയ്ത് ഇതുപോലെ വെച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കുഴപ്പം പോലെ തോന്നി. ആ ഗ്രീൻ പ്ലാന്റ് അവിടെ സ്യൂട്ട് ആവാത്ത പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട, ആ സാധനം അവിടെ നിന്ന് മാറ്റി വെച്ചു. പിന്നെ ഈ ആദ്യം ചെയ്ത് വെച്ചതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ തുടങ്ങി. ഞാനിവിടെ എടുത്തിട്ടില്ല ആ ബ്രൗൺ പേപ്പറില്ലേ, കളർ പേപ്പർ, അതിൻ്റെ സൈഡൊക്കെ ആക്കിയത് മിക്കവാറും എല്ലാവർക്കും അറിയാമല്ലോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ഒരു ലാമ്പ് എടുത്തിട്ട് അറ്റത്ത് ചെറുതായിട്ട് കത്തിച്ചു കൊടുക്കുക. എന്നിട്ട് ആ തീ ഒന്ന് സ്പ്രെഡ് ആവുന്ന ടൈം ആകുമ്പോഴത്തേക്കും അത് കെടുക്കുക. ഏകദേശം നമുക്കൊരു ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു ഓൾഡ് ലുക്കായി ആ പേപ്പേഴ്സ് കിട്ടും. പിന്നെ സൈഡിൽ ഇതുപോലെ ലൈൻസ് വരയ്ക്കാം. ഒരു ഫിനിഷിംഗ് ടച്ച് കിട്ടാനാണ്. ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും വരയ്ക്കണം. അപ്പോൾ ഏകദേശം എങ്ങനെയുണ്ട്, ഇപ്പം തന്നെ കാണാൻ രസമായില്ലേ. ഇനി ആദ്യം നമ്മൾ ചെയ്ത് വെച്ച ആ ബ്ലാക്ക് പേപ്പേഴ്സില്ലേ, പീന്ന് എഴുതിയ പേപ്പേഴ്സ്, അത് ഇതുപോലെ ഒട്ടിക്കാം. ഇത് ശരിക്കും ഒരു മന്ത്ലി ജേർണലിംഗ് ആട്ടോ. നമ്മൾ ഡേറ്റ് ഒക്കെ ഇത് ചെയ്യൂലേ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഇതുപോലെ ആദ്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒട്ടിക്കാനും അതുപോലെ കട്ട് ചെയ്യാനും ഉള്ളതൊക്കെ ആദ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ അതിൽ എഴുതാൻ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഇതുപോലെ ഈ പാണ്ടക്കുട്ടൻ അവിടെ വെച്ച് നോക്കി, അതൊരു സ്യൂട്ട് ആവാത്ത പോലെ തോന്നി. ദെൻ ഇതുപോലെ ആ പെൻകിങ്ങിനെ അവിടെ അതേപോലെ ഫിറ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു അടിപൊളി ലുക്ക് കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് സെപ്റ്റംബറിലായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഈ അവിടെ കുറച്ച് ഗ്യാപ്പിൽ പോർഷൻസില്ലേ, ആ പോർഷൻസിൽ ഞാൻ ഡേറ്റ് ചെയ്താന്ന് വിചാരിച്ചു. പിന്നെ മുകളിൽ നമ്മളെ മന്തും. അപ്പോൾ ഏകദേശം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചതിലും എത്രയോ അടിപൊളിയായിട്ടാണ് അവസാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ജേർണലിംഗ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാരണത്താൽ വൈകി പോയി. അപ്പോൾ ഇന്ന് എന്തായാലും ജേർണലിംഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ത്രില്ലായി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനും അത് തീരണ വരെ എങ്ങനെ പെട്ടെന്ന് ഒന്ന് തീർന്ന് ഫൈനൽ ലുക്ക് കാണാനൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയി. എങ്ങനെ ഉണ്ടാവും ഫൈനൽ ലുക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നമുക്ക് തീർക്കാതെ ഒരു സമാധാനം കിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ ഏകദേശം ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇനി എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ സപ്ലൈസിന് ആവശ്യമുണ്ട്. അത്ര കുറേ സാധനങ്ങളും വേണ്ട, പക്ഷേ കുറച്ച് സാധനങ്ങളുള്ളെങ്കിലും കാണാൻ ഒരു അടിപൊളി ലുക്ക് കിട്ടി. കുറേ എന്തൊക്കെയോ ചെയ്ത പോലെ ഒരു ഫീലാണ് ഈ സാധനം കാണുമ്പോൾ. ഒരു ബ്രൗൺ കളർ ആയതുകൊണ്ട് തന്നെ ആ ബ്രൗൺ കളറിൽ ഞാൻ സെപ്റ്റംബറിൽ എഴുതിയപ്പോൾ കാണാറില്ല. എന്നാലും കുഴപ്പമില്ല, കുറച്ച് കട്ടിലൊക്കെ ആക്കിയപ്പോൾ ഏകദേശം തിരക്കേടില്ലാത്തൊരു ഔട്ട്ലുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ ജേർണലിംഗ് ഇവിടെ സെറ്റായിട്ടോ. പിന്നെ കുറേ പേര് ഞാൻ ആദ്യം ജേർണലിംഗ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു, കുറച്ച് പേര് 1-2 ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു ഇനി ഇതേപോലെ ചെയ്യണം, ഇത് ഇഷ്ടമായി. ആദ്യത്തേത് അടിപൊളിയായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാനിപ്പോൾ രണ്ടാമത് വീഡിയോ ചെയ്യണത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ പറയണേ. പിന്നെ അതുപോലെ ഇതുപോലത്തെ ഇനിയും വേണമെങ്കിൽ അതും പറയാൻ മറക്കരുത്. അപ്പോൾ സീ യു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.